ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികൾക്ക് ജീവിതം മടുത്തിരിക്കുന്നു. മോദിയുടെയും യോഗിയുടെയും രാമരാജ്യം അവർക്ക് മതിയായിരിക്കുന്നു. എന്നാൽ ഇത്ര ദിവസവും വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാക്കളുടെ കളിയാണ് ഇതെന്ന് പറഞ്ഞ് യോഗി രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ട്വീറ്റിന് മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഉത്തർപ്രദേശിൽ സമരവുമായി തെരുവിലിറങ്ങിയത്. ഉത്തർപ്രദേശിലെ യോഗിയുടെ സർക്കാർ ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി നടത്തിയിരുന്നതിൽ നിന്ന് പല ദിവസങ്ങളായി നടത്താൻ ഉത്തരവിട്ടിരുന്നു. ചോദ്യപേപ്പർ ചോർത്തുന്ന മാഫിയകൾക്കും മറ്റും പരീക്ഷ അട്ടിമറിക്കാനും ഇഷ്ടക്കാരെ കുത്തിത്തിരുകാനും വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നത്. ഇതിനെതിരെ ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികൾ പ്രയാഗ്രാജിൽ വലിയ സമരവുമായി ഇറങ്ങി. രാവും പകലുമില്ലാതെ അവർ നീണ്ട സമരത്തിലായിരുന്നു. ആവശ്യം അംഗീകരിക്കാതെ പിന്മാറില്ല എന്ന വാശിയിലായിരുന്നു വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ ഈ പരീക്ഷകളിൽ നോർമലൈസേഷൻ കൊണ്ടുവരാനുള്ള തീരുമാനവും നിർത്തലാക്കണം എന്നുള്ളതും വിദ്യാർത്ഥികളുടെ ആവശ്യമായിരുന്നു. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയവർക്ക് കൂടുതൽ മാർക്ക് നൽകുക, ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങൾക്ക് കുറഞ്ഞ മാർക്ക് നൽകുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചോദ്യം ബുദ്ധിമുട്ടുള്ളതാണോ ബുദ്ധിമുട്ടുള്ളതല്ലേ എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് അവരുടെ ഇഷ്ടക്കാർക്ക് കൂടുതൽ മാർക്ക് നൽകാനുള്ള വലിയ അഴിമതിയുടെ നീക്കമായിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും സമരം ഏതു വിധേനയും അടിച്ചമർത്തുമെന്നുള്ള വാശിയിലും ആയിരുന്നു യോഗി സർക്കാർ. വിദ്യാർത്ഥികളെ അതിക്രൂരമായി ലാത്തിചാർജ് ചെയ്യുകയും വലിയ ബാരിക്കേഡുകൾ നിരത്തി ഏതു വിധേനയും സമരത്തെ അടിച്ചമർത്താനും യോഗി എല്ലാ പണിയും നടത്തി നോക്കി. എന്നാൽ വിദ്യാർത്ഥികൾ എന്തു വന്നാലും ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്നുള്ള വാശിയിലായിരുന്നു. പിന്നീട് വിദ്യാർത്ഥികൾക്ക് മേൽ അധിക്ഷേപം ചൊരിയലായിരുന്നു. ഈ സമരം ചെയ്യുന്നവർ വിദ്യാർത്ഥികളല്ല എന്നും ഇത് പ്രതിപക്ഷ കക്ഷികളുടെ ഗൂഢാലോചനയാണ് എന്നുമൊക്കെ പറഞ്ഞു വരുത്തി. കർഷക സമരത്തിൽ ചെയ്തതുപോലെ അവരെ ഖാലിസ്ഥാനികളെന്നും തീവ്രവാദികളെന്നും പാകിസ്ഥാനികളെന്നും ബലാത്കാരികൾ എന്നും വിളിക്കുന്നത് പോലെ ഇവിടെ വിദ്യാർത്ഥികളെയും അങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചമർത്താമെന്ന് UP രാമരാജ്യത്തെ യോഗി വിചാരിച്ചു. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളാകട്ടെ വിദ്യാർത്ഥികൾ നേരിട്ട് ആവശ്യപ്പെടാതെ അവരുടെ സമരമുഖത്തേക്ക് ചെല്ലുകയില്ല എന്ന് തീരുമാനമെടുത്തു. ഇത് പ്രതിപക്ഷ നേതാക്കളുടെ ഗൂഢാലോചനയാണെന്ന യോഗിയുടെ വൃത്തികെട്ട വർത്തമാനത്തിന് വളമിട്ട് കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചായിരുന്നു അത്. എല്ലാ ഭരണ സംവിധാനവും പോലീസിനെയും ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി തുരത്താമെന്ന് വിചാരിച്ച് നടക്കാതെ അവസാനം BJPയുടെ ഗുണ്ടകളെ വരെ ഇറക്കി വിദ്യാർത്ഥികളെ മർദ്ദിക്കാനും വലിച്ചിഴയ്ക്കാനും വരെ UP സർക്കാർ തയ്യാറായി. അവസാനം വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോടും അഖിലേഷ് യാദവിനോടും തങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അഖിലേഷ് യാദവ് ഈ വിദ്യാർത്ഥികളെ പിന്തുണച്ച് അവരോടൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പ്രതികരണം കരുണയില്ലാത്തതും ദൗർഭാഗ്യകരവുമാണ്. നോർമലൈസേഷൻ എന്ന പേരിൽ സുതാര്യമല്ലാത്ത സംവിധാനം കൊണ്ടുവരുന്നത് അംഗീകരിക്കാനാവാത്തതാണ്. അതുപോലെ ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്തണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്. വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ കഴിവില്ലായ്മയ്ക്ക് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് വില കൊടുക്കണം? പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാവുകയും അങ്ങനെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമാണ്. അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി വീട്ടിൽ നിന്ന് അകന്നു നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഈ അനീതി ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഈ മത്സര പരീക്ഷാ വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഒരു ഏകാധിപത്യ ഭരണത്തിന് അടിച്ചമർത്താൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ ട്വീറ്റ് പുറത്തു വന്ന് 1 മണിക്കൂറിനുള്ളിൽ യോഗി സർക്കാർ മുട്ടുമടക്കി. ഈ പരീക്ഷകൾ മുൻപ് നടന്നതുപോലെ തന്നെ നടത്തുമെന്ന് അവർ സമ്മതിച്ചു. അതുപോലെ RO പരീക്ഷ റദ്ദാക്കി. പഴയതുപോലെ ഏകാധിപത്യപരമായി അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന് മോദിയും യോഗിയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ട്വീറ്റോടുകൂടി മുട്ടുമടക്കിയിരിക്കുന്നു. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ സർക്കാർ നിങ്ങളുടെ, തീരുമാനം ഞങ്ങളുടെ എന്ന കാര്യം.